നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രായം മുതലാണ് നമ്മൾ പുസ്തകങ്ങൾ സാധാരണ പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളത്? ഒന്നുകിൽ അവർ എഴുതാനൊക്കെ തുടങ്ങുന്ന ഒരു പ്രായം, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന പ്രായം അല്ലേ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് നേരത്തെ നമുക്ക് കുട്ടികൾക്ക് പുസ്തകങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മഹാഭാരതത്തിൽ അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കാനായിട്ട് പഠിക്കുന്ന ഒരു കഥ കേട്ടിട്ടില്ലേ? അത് അമ്മയുടെ വയറിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് അഭിമന്യു പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളൊരു കഴിവുണ്ടെന്നാണ് പഠനങ്ങളും പറയണത്. എന്നിരുന്നാൽ പോലും നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ കുറേ വലിയ സ്റ്റോറീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് നമ്മൾ പുസ്തകങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വലിയ പിക്ചേഴ്സും അതുപോലെ തന്നെ ചെറിയ സ്റ്റോറീസൊക്കെ അല്ലേ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുക. പക്ഷെ നമുക്ക് ഒരു 3 മാസം തുടങ്ങിയൊക്കെ തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും നേരത്തെ പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന 2 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിൽ പെടുന്ന പുസ്തകങ്ങളാണ്. അതായത് ഇവിടെ തൊട്ട് നോക്കുമ്പോൾ ഏത് ആനിമലിനെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക അതിൻ്റെ അതേ സ്കിന്ന് തന്നെയായിരിക്കും ഇവിടെ അവർക്ക് ഫീൽ ചെയ്യാം. ഇതിവിടെ തൊടുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളിത് കൊടുക്കുമ്പോൾ കുട്ടികൾ എത്രത്തോളം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അത് തൊട്ട് നോക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. പക്ഷെ ഏറ്റവും നേരത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. ഇത് പിന്നെ കുറച്ച് കട്ടിയുള്ള ടൈപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളങ്ങനെ പിടിച്ച് കീറുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നേരത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പുസ്തകമാണിത്. ഇതുപോലെ തന്നെ തുണിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം കുറച്ചും കൂടി കുട്ടികളുടെ സെൻസ് വർക്ക് ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയായിട്ട് ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പുസ്തകമാണ് വെർ ഈസ് ബേബീസ് ബെല്ലി ബട്ടൺ. ഇതിങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെയാണ് വരിക. അതായത് ഇതിൻ്റെ ലെഫ്റ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് കുട്ടികളോട് തന്നെ പറയാം. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ, അതായത് ഒരു 6 മന്ത് തുടങ്ങി ഉള്ള പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വെർ ഈസ് ബേബീസ് മൗത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ മൗത്തും ഇതോടൊപ്പം തന്നെ ചോദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ പുസ്തകങ്ങളോട് കുറച്ചും കൂടി അടുപ്പം കാണിക്കും. വലുതാകുമ്പോഴായാലും അവർക്ക് പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള 2 പുസ്തകങ്ങൾ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്.